കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്ര ജനുവരി 1 ചെർക്കളയിൽ നിന്ന് പ്രയാണം തുടങ്ങും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചെർക്കളയിൽ നടന്ന സമിതി രൂപീകരണ യോഗം മണ്ഡലം എംഎൽഎ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം മുൻനിർത്തി നടത്തിവന്ന പരിപാടികളുടെ സമാപന ഭാഗമായിട്ടാണ് കേരള യാത്ര സംഘടിപ്പിക്കുന്നത്. 2026 ജനുവരി 1 ചെർക്കളയിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് വിവിധങ്ങളായ പദ്ധതികളും പ്രസ്ഥാനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായാണ് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചത്. ചെർക്കളയിൽ വെച്ച് നടത്തിയ സമിതി രൂപീകരണ യോഗം മണ്ഡലം എംഎൽഎ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എപ്പോഴും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. മതം നോക്കിയല്ല നമ്മൾ ആളുകളെ സഹായിക്കുന്നത്, ജാതി നോക്കിയല്ല, മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് നോക്കിയല്ല. നമുക്ക് എല്ലാവരും വേണം. ലോകത്തിലെ മുഴുവൻ ആളുകളും, ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, കേരളത്തിലെ മുഴുവൻ ആളുകളും നമ്മുടെ സഹോദരന്മാരാണ്. നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കാം, വ്യത്യസ്തമായ ആദർശം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും മനുഷ്യത്വം മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ പ്രാർത്ഥന നടത്തി. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കണ്ണവം, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, SMA സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ, മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, SYS സംസ്ഥാന സമിതി അംഗം കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, സ്വാഗത സംഘം ജനറൽ കൺവീനർ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി, SSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അബ്ദുൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുന്നണി സ്ഥാനാർത്ഥികളും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.